അയോധ്യയിൽ രാമക്ഷേത്രം തുറക്കാൻ ഇനി അധിക ദിവസങ്ങളില്ല. വലിയ ആഘോഷം ലോകമെമ്പാടും നടക്കുന്നു. അവിടേക്ക് ഒരു ചരിത്രത്തിൻ്റെ ഏടിൽ നിന്ന് ചിന്തിയെടുത്ത ഒരു ചരിത്ര വസ്തുതയുമായി ഒരു കൂട്ടം ആളുകൾ എത്തുന്നു. മറ്റാരുമല്ല, സിഖ് വിഭാഗത്തിലുള്ള നിഹാംഗ് വിഭാഗമാണ്. നിഹാംഗ് വിഭാഗം എന്ന് പറയുമ്പോൾ പ്രേക്ഷകർക്ക് സുപരിചിതമാണ്. അവർ ഒരു അയഞ്ഞ നീല കുപ്പായവും വലിയ വാളും രുദ്രാക്ഷമാലയും ഒക്കെ ധരിച്ചവർ സിഖുകാർക്കിടയിലെ അപകടകാരികളെന്നാണ് പറയുന്നത്. കാരണം പെട്ടെന്ന് ചൂടാകുകയും പ്രതികരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വിഭാഗമാണ് ഈ നിഹാംഗുകൾ എന്ന് പറയുന്നത്. പക്ഷേ നിഹാംഗുകൾക്കും അയോധ്യയുമായി ബന്ധമുണ്ട്, ഭഗവാൻ ശ്രീരാമചന്ദ്രനുമായി ബന്ധമുണ്ട്. അത്തരത്തിലേക്ക് ഒരു ചരിത്രത്തിലേക്കാണ് പോകുന്നത്. കാരണം അയോധ്യയിൽ രാമക്ഷേത്രം പണിയണമെന്നുള്ളത് ഹൈന്ദവ സംഘടനകളുടെ ആവശ്യമായിരുന്നു. അതിനുവേണ്ടി വലിയ പ്രക്ഷോഭങ്ങൾ നടത്തി അനവധി പേർക്ക് ജീവൻ ത്യാഗം ചെയ്യേണ്ടി വന്നു. പക്ഷേ അതിനൊക്കെ മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ 150 വർഷം മുമ്പ് ഈ ബാബറി സമുച്ചയത്തിൽ കടന്നു കയറി അവിടെ ഹവനം നടത്തുകയും ഒപ്പം തന്നെ അതിൻ്റെ ചുവരുകളിൽ ജയ് ശ്രീരാമൻ എഴുതി വെക്കുകയും കാവിക്കൊടുകയും നാട്ടുകയും ചെയ്തവരാണ് നിഹാംഗുകൾ. കൃത്യമായി പറഞ്ഞാൽ 1858 നവംബർ മാസത്തിലായിരുന്നു 25 നിഹാംഗുകൾ ബാബ ഫക്കീർ സിംഗ് ഖൽസയുടെ നേതൃത്വത്തിൽ ഈ ബാബറി സമുച്ചയത്തിൽ കടന്നു കയറുകയും അവിടെ ചുവരുകളിൽ ശ്രീരാമൻ്റെ പേര് ജയ് ശ്രീരാമൻ എഴുതി വെക്കുകയും കാവിക്കൊടി ഉയർത്തുകയും ഒപ്പം തന്നെ ധർമ്മം വിജയിക്കുന്നതിനായിട്ട് പ്രാർത്ഥനകൾ നടത്തുകയും ചെയ്തത്. ഇവരെ പിന്നീട് അവധ് പോലീസ് പിടികൂടി. ഇപ്പോഴും അവധ് പോലീസിൻ്റെ രജിസ്റ്ററിൽ ഈ 25 പേരുടെയും പേരുണ്ട്. ഈ അയോധ്യ കേസിൽ സുപ്രീം കോടതി വിധി പറഞ്ഞപ്പോൾ ഈ സംഭവം എടുത്ത് പറഞ്ഞിരുന്നു. ഏതായാലും ഈ നിഹാംഗുകളുടെ ഈ ഒരു പ്രവർത്തനം, അതായത് നിഹാംഗുകൾ പറഞ്ഞ ഞങ്ങൾ ശ്രീരാമൻ്റെ ഭക്തരാണ്, സനാതന ധർമ്മത്തിൽ തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നവരാണ് എന്ന് പറയുന്നത്. ഏതായാലും ഈ കർസേവയ്ക്ക് മുമ്പ് അല്ലെങ്കിൽ ഹൈന്ദവ സംഘടനകളൊക്കെ അവിടെ ശ്രീരാമക്ഷേത്രം പണിയണം എന്ന് പറയുന്നതിനും വർഷങ്ങൾക്ക് മുമ്പ്, അതായത് കൃത്യമായി പറഞ്ഞ 165 വർഷങ്ങൾക്ക് മുമ്പ് അവിടെ കടന്നു കയറി ഇത്തരത്തിൽ ഒരു കർസേവ നടത്തിയവരാണ് ഇവർ. ഇപ്പോൾ ഇവർ വീണ്ടും അയോധ്യയിലെത്തുന്നു. ഇത്തവണ അവർ അയോധ്യയിലെത്തുന്ന ഭക്തർക്ക് അന്നദാനം നടത്തുന്നതിനായിട്ടാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.